മലയാള സിനിമയിലെ കിടിലോസ്കി ആയിട്ടുള്ള ചിത്രമാണ് തുടരും. അത് ഇപ്പോൾ കടന്നു വരാനിരിക്കുന്നു. തരുൺ മൂർത്തിയാണ് സംവിധാനം. ഈ ചിത്രത്തിൽ ടാക്സി ഡ്രൈവർ ഷൺമുഖനായിട്ടാണ് നമ്മുടെ ലാലേട്ടൻ അഭിനയിക്കുന്നത്. അതുപോലെ തന്നെ കളങ്കാവൽ എന്ന് പറഞ്ഞിട്ടുള്ള ജിതിൻ കെ ജോസ് ഒരുക്കുന്ന ചിത്രം കൂടി ഇങ്ങനെ അണിയറയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചിത്രത്തിൽ സൈനൈഡ് മോഹൻ എന്ന് പറഞ്ഞിട്ടുള്ള കഥാപാത്രമായിട്ട് മമ്മൂക്ക അങ്ങനെ വെള്ളിത്തിരയെ വിസ്മയിപ്പിക്കാനായിട്ട് കടന്നു വരാനിരിക്കുന്നു. അപ്പോൾ ഈ രണ്ട് ചിത്രങ്ങളിലും ഏത് ചിത്രമായിരിക്കും ഹിറ്റ് അടിക്കാനായിട്ട് ചാൻസ് കൂടുതൽ എന്നുള്ള ഒരു ചോദ്യമാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോടായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഏത് ചിത്രമായിരിക്കും കളക്ഷൻ റെക്കോർഡ് നേടി മുന്നോട്ട് പായുന്നത് എന്നുള്ള ചോദ്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ എന്തായിരിക്കും ഉത്തരം? പറയൂ, എന്തായിരിക്കും ഉത്തരം? ആദ്യം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ തുടരുമെന്ന് പറഞ്ഞിട്ടുള്ള ചിത്രത്തിൽ രസകരമായിട്ടുള്ള അഭിനയ മുഹൂർത്തങ്ങൾ നമ്മുടെ ലാലേട്ടൻ കാഴ്ചവെച്ചിട്ടുണ്ട്. കാരണം കോമഡിയും അതുപോലെ തന്നെ രസകരമായിട്ടുള്ള അഭിനയ മുഹൂർത്തങ്ങളൊക്കെ കോർത്തിണക്കി മുന്നോട്ട് പോകാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. ഈ ചിത്രത്തിൽ നമ്മുടെ ശോഭന ചേച്ചി ലളിത എന്ന് പറഞ്ഞിട്ടുള്ള ആ വേഷത്തിൽ അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ ചിത്രം കടന്നു വരാനിരിക്കുന്നു. ഈ ചിത്രം ഫീൽ ഗുഡ് മൂവിയാണ്. അതുപോലെ തന്നെ ഈ ചിത്രം ദൃശ്യം മോഡൽ ഒരു സിനിമയാണ് എന്ന തരത്തിലുള്ള വാർത്തകളും റിപ്പോർട്ടുകളൊക്കെ ആദ്യം കേട്ടെങ്കിലും അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് നമ്മുടെ തരുൺ മൂർത്തി സംവിധായകൻ പറഞ്ഞു, ഈ ചിത്രം ദൃശ്യം മോഡലല്ല, ഇതൊരു ഫാമിലി ഡ്രാമയാണ്. അപ്പോൾ ഒരു എന്താ പറയുക, ആ ഡ്രാമയിൽ എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടാകുമെന്ന് നമ്മൾ കാണാൻ കാത്തിരിക്കും. ഈ സിനിമയിൽ മഴ നനഞ്ഞു പോകുന്ന ഒരു സീനുണ്ട് ലാലേട്ടൻ്റെ. ആ ഭാവങ്ങളൊക്കെ വേറൊരു ഭാവമായിട്ട് മാറിയാണ്. കാരണം അത്ര നേരം വളരെ രസകരമായിട്ടും സന്തോഷമായിട്ടൊക്കെ പോയ ഒരു സീനുകളൊക്കെ കണ്ട് കോർത്തിണക്കിക്കൊണ്ടൊരു ട്രെയിലർ നമ്മൾ ഈ അടുത്ത് കണ്ടിരുന്നു, തുടരുമെന്ന ചിത്രത്തിൻ്റെ. പക്ഷെ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ആ ഭാവങ്ങളൊക്കെ മാറുകയാണ്. അതായത് ഈ ചിത്രം വളരെ കൃത്യമായിട്ട് എന്തോ ഒരു സംഭവത്തെ പറയാനായിട്ട് നമ്മുടെ മുന്നിലേക്ക് സൂചിപ്പിച്ച് വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ തുടരും എന്ന് പറഞ്ഞിട്ടുള്ള ചിത്രത്തിൻ്റെ ആ പോസ്റ്ററിലുള്ള പേരുണ്ടല്ലോ, അത് എഴുതിയിരിക്കുന്നതിൻ്റെ അവസാനമായിട്ട് ആ രും എന്നുള്ള സംഭവങ്ങൾ ഇങ്ങനെ കോർത്തണിക്കിയ പോലെ തുന്നി ചേർത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ എന്തൊക്കെയോ ഒരു നിഗൂഢമായിട്ടുള്ള സംഭവത്തെ ഈ ചിത്രം പറയാനായിട്ട് സൂചിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും തുടരുമെന്നും പറഞ്ഞിട്ടുള്ള സിനിമയെ നമുക്ക് സൈഡിലേക്ക് മാറ്റി വെച്ചാൽ നമ്മൾ എടുക്കുന്നത് കളങ്കാവലിനെയാണ്. കളങ്കാവൽ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന കുറുപ്പിൻ്റെ തിരക്കഥാകൃത്താണ് ജിതിൻ കെ ജോസ്. അപ്പോൾ ജിതിൻ കെ ജോസ് ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കളങ്കാവൽ. ഈ ചിത്രത്തിൽ വിനായകനെ നായകനായിട്ട് കൊണ്ടുവരുന്നു. അത് കേട്ടപ്പോൾ എല്ലാവരും ഞെട്ടി. പക്ഷേ ആ ഞെട്ടലിന് കുറച്ചും കൂടി ആക്കം കൂടിയത് മമ്മൂക്കയാണ് ഇതിൽ വില്ലൻ എന്ന് അറിഞ്ഞപ്പോഴാണ്. മമ്മൂക്ക ഇതിൽ സൈനൈഡ് മോഹനായിട്ട് അഭിനയിക്കുന്നു. സൈനൈഡ് മോഹൻ എന്ന് പറഞ്ഞാൽ കർണാടകയിലെ കൊടും കുറ്റവാളിയാണ്. അങ്ങേര് ചെയ്ത കുറ്റകൃത്യമാണ് ഏറ്റവും വലിയ കുറ്റകൃത്യം. പാവപ്പെട്ട പെൺകുട്ടികൾ വിവാഹം കഴിക്കാമെന്നും പറഞ്ഞ് അവരെ മോഹിപ്പിച്ച് വാഗ്ദാനം നൽകി പല ഹോട്ടൽ മുറികളിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുകയും പിന്നീട് അവർക്ക് ഗർഭനിരോധന ഗുളികയാണെന്ന് പറഞ്ഞ് സൈനൈഡ് കൊടുക്കും. അപ്പോൾ ആ പാവപ്പെട്ട സ്ത്രീകൾ, പാവം കുടുംബത്തിലെ ആ പെൺകുട്ടികൾ ഓരോരോ ബസ് സ്റ്റാൻഡുകളിലും ശുചിമുറികളിലൊക്കെ ഈ മോഹൻകുമാർ കൊടുത്ത സൈനൈഡ് കഴിച്ച് മരിച്ചു വീണിരിക്കുന്നു. അപ്പോൾ അതൊന്നും ആരും കണ്ടിട്ടില്ല. ദൃക്സാക്ഷികളില്ലാതെ പോയ മരണങ്ങളാണ് ഇങ്ങനെ നടന്നു പോയത്. പിന്നീട് ഒടുവിലായിട്ട് അനിത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടി മരിക്കുകയും ആ മരണത്തെ അന്വേഷിക്കുകയും തുടർന്ന് പിന്നെ നമ്മുടെ ഈ മോഹൻകുമാറിനെ കണ്ടെത്തുകയും ചെയ്തു. മോഹൻകുമാറാണ് ഇങ്ങനെ പല മരണങ്ങളും ചെയ്തിട്ടുള്ളതെന്ന് പോലീസിന് വസ്തുതാ വിവരങ്ങൾ ലഭിക്കുകയും ഒടുവിൽ വധശിക്ഷയ്ക്ക് 2009 ഇദ്ദേഹത്തിന് കോടതി പൂർണ്ണമായിട്ട് എഴുതി ചേർത്തു പേര്. പിന്നീട് 2009 ഈ മോഹൻകുമാർ വധശിക്ഷയ്ക്ക് വിധിച്ചെങ്കിലും ഈ മോഹൻകുമാർ സ്വന്തമായിട്ട് വാദിച്ച്, ഭയങ്കര വാഗ്മിയാണ് ഈ പുള്ളിക്കാരൻ, വാദിച്ച് ജയിച്ച് അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ജീവപര്യന്തമായിട്ട് ചുരുക്കിയേക്കാണ്. ഇപ്പം 60 വയസ്സൊക്കെ ഉണ്ടാവും പുള്ളിക്ക്. പുള്ളി 2003 മുതൽ 2009 വരെ ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കുകയായിരുന്നു. 2009 പുള്ളി പിടിക്കപ്പെടുന്നത്. അതിൽ 20 പേരെ കൊന്നിട്ടുണ്ടെന്ന് കോടതി കണ്ടെത്തി, പോലീസ് കണ്ടെത്തി. പക്ഷേ 30ഓളം കൊലപാതകങ്ങൾ ആരും കണ്ടെത്താതെ ഉറങ്ങിക്കിടക്കുന്നു. അപ്പോൾ ആ രീതിയിലുള്ള ഒരു സൈക്കോപാത്തായിരുന്ന ഈ മോഹൻകുമാറിൻ്റെ ജീവിതത്തിനെ ആസ്പദമാക്കി എടുത്തിട്ടുള്ള കഥയാണ് കളങ്കാവൽ. അപ്പോൾ ഈ ഏത് ചിത്രമായിട്ട് ഹിറ്റ് അടിക്കാൻ പോകുന്നത് ഒന്ന് ചിന്തിച്ച് നോക്കിയേ. മമ്മൂക്ക എടുക്കുന്ന ചിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഹൈ ലെവലായിട്ടുള്ള സംഭവങ്ങളെയാണ്. അത് വ്യത്യസ്തമായിട്ടുള്ള പ്ലോട്ടുകളാണ് പുള്ളി തിരഞ്ഞെടുത്ത് കൊണ്ടുവരുന്നത്. ലാലേട്ടന് ഒന്നിനും കുറവല്ല. കാരണം ലാലേട്ടൻ്റെ കയ്യിൽ കിട്ടുന്ന കഥാപാത്രങ്ങൾ ഏതായാലും ലാലേട്ടൻ അത് ഉഷാറാക്കും. അതും വേറൊരു വസ്തുതയാണല്ലോ. അപ്പോൾ ഈ രണ്ട് നായകന്മാരെയും നമ്മൾ വെച്ച് നോക്കുകയാണെങ്കിൽ തുടരുമെന്ന സിനിമയിൽ മോഹൻലാൽ ആയിരിക്കുമോ ഏറ്റവും കൂടുതൽ തുടരുമെന്ന സിനിമയായിട്ട് നല്ല രീതിയിലുള്ളൊരു മാസ് എൻട്രി ഉണ്ടാക്കുന്നത്? അതാ കളങ്കാവൽ എന്ന് പറഞ്ഞ ചിത്രത്തിലെ വില്ലനായിട്ട് വരുന്ന മമ്മൂക്ക ആയിരിക്കുമോ ജനങ്ങളെ മനസ്സ് കീഴ്പ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് കളക്ഷൻ റെക്കോർഡായിട്ട് മുന്നേറുന്നത് എന്നുള്ള ചോദ്യമാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് മുന്നിൽ പങ്കുവയ്ക്കുന്നത്. ഏതാണെന്ന് അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ.